താൻ പഠിക്കണമെങ്കിൽ ഉമ്മയും പഠിക്കണമെന്ന് മകന്റെ വാശി. ഒടുവിൽ അമ്മയും മോനും 10ാം തരം മുതൽ പഠിച്ച് BA മലയാളം പഠിതാക്കളായി. ഭിന്നശേഷിയുള്ള മകൻ കൊല്ലം കിളികല്ലൂർ സ്വദേശി വൻഹർജാന് വേണ്ടി മകനൊപ്പം ജലീനയും ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ വിദൂര വിദ്യാഭ്യാസ കോഴ്സിൽ 1ാം വർഷ BA മലയാളം ബിരുദ വിദ്യാർത്ഥിനിയായി. എന്തോ രണ്ട് മക്കളെ കൊണ്ടാണല്ലോ രണ്ടുപേരും നമ്മളെ മക്കളാണ്. പിന്നെ ഒന്ന് മോനും ഒന്ന് ഭാര്യയും. അവർ കുറച്ച് നാളുകൊണ്ട് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഡിഗ്രി പഠിക്കാൻ വേണ്ടിയുള്ള മോഹവും കാര്യങ്ങളായിട്ട് ഇങ്ങനെ രണ്ടുപേരും നടക്കുന്നത്. സുഖമില്ലാത്ത വിനായൻ്റെ പേര് കൂടെ ഒരാൾ എപ്പോഴും ഉണ്ടായിരിക്കണം കൂടെ. രണ്ടുപേരും പഠിക്കുന്നെങ്കിൽ പഠിക്കട്ടെ, അങ്ങനെ രണ്ടുപേരും ഒന്നിച്ചു വിട്ടിരിക്കുക. ഈ +2-ന് ഇത് മോനെ പഠിപ്പിക്കാൻ വേണ്ടി ഉമ്മ പഠിക്കാൻ ഇറങ്ങി, അങ്ങനല്ലേ? മോന് ഇടയ്ക്ക് ഫിക്സ് വന്നാൽ നോക്കാൻ ഒരാൾ വേണമല്ലോ. അപ്പോൾ ഉമ്മായും കൂടെ നിന്നാലേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഉമ്മായും കൊണ്ട് കൂടെ നടക്കുക മോനുമായിട്ട്. പഠിക്കും രണ്ടുപേരും. ജലീലായും വൻഹർജാനും. എൻ്റെ ഞാൻ നോക്കിക്കോളാം. മര്യാദത്തിൽ നിങ്ങൾ ഇത് പഠിച്ചോണം, കേട്ടല്ല? ഉളപ്പല്ലേ? നീ തന്നെ ഇത് പറയണോടാ. നിന്നെയും കൊണ്ട് പഠിക്കാൻ ഇറങ്ങിയിട്ട് നോക്കാടാ, ആരാ നല്ല മാർക്ക് വാങ്ങുന്നതെന്ന് നോക്കാം നമുക്ക്. ഓട്ടിസം ബാധിച്ച വൻഹർജാന് വേണ്ടി ഒരമ്മയുടെ ത്യാഗത്തിൻ്റെ കൂടി നേർചിത്രമാണ് ഈ പുസ്തക ചർച്ച. സ്കൂൾ ബാഗുമായി മകനുമായി ഒരുമിച്ച് കോളേജിലേക്ക് വരും. വൈകിട്ട് ഒന്നിച്ചു മടങ്ങും. വീട്ടിലെത്തിയാൽ ഒന്നിച്ചിരുന്നു പഠിക്കും. +2-നും മത്സരിച്ചു. ഇരുവർക്കും മോശമല്ലാത്ത മാർക്ക്. പഠിക്കാനൊക്കെ എളുപ്പമോ? പക്ഷേ എൻ്റെ ആഗ്രഹങ്ങൾ ആയിരുന്നു ഇത്. ഈ പഠിക്കുന്നത് നല്ലോണം പഠിക്കുന്നുണ്ട്. ഇതിനു മുമ്പ് കൈരളിയിൽ വന്നതായിരുന്നു, ന്യൂസൊക്കെ വന്നതായിരുന്നു. അന്നവൻ പറഞ്ഞായിരുന്നു ഡിഗ്രിക്ക് ചേരണമെന്ന്. അതുപോലെ ചേർന്ന് ഞാനൊന്ന് പുറകോട്ട് മാറിയതാ. പറ്റത്തില്ല, വന്നേ പറ്റുമെന്ന് പറഞ്ഞ് വാശിക്ക് പിടിച്ച് തന്തയെടുത്ത് വെള്ളം വെച്ച് കാശടപ്പിച്ച് ഒന്നെ കൊണ്ടുവന്നു. കൊല്ലം ഫാത്തിമ മാതാ കോളേജിൽ 107-ാം നമ്പർ ക്ലാസ് മുറിയിൽ അധ്യാപിക ശ്രീജയുടെ കവിതാ ക്ലാസ്സിൽ അമ്മയും മകനും ലയിച്ചിരുന്നു. സൈലൻസ് പ്ലീസ്. ഈ പിള്ളേർ അനുസരണയുള്ള കുട്ടികളാണോ? എങ്ങനെയുണ്ട് ഉമ്മയും മോനും ഒക്കെ? നല്ല അനുസരണയുള്ള കുട്ടികളാണ്. എൻ്റെ ഫസ്റ്റ് ക്ലാസ് ഇന്നലെയാണ് ഞാൻ ഉമ്മയും മോനെയും പരിചയപ്പെട്ടത്. വളരെയധികം സന്തോഷമുണ്ട് എനിക്കങ്ങനെ പഠിപ്പിക്കാൻ കഴിഞ്ഞതിൽ. പ്രത്യേകിച്ചും ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർ അവരുടെ പഴയ കാലഘട്ടത്തിലേക്ക് വന്നിരിക്കുകയാണ്. വീണ്ടും അവർക്ക് ഇങ്ങനെ ഒരു ക്ലാസ് അനുവദിച്ച് കിട്ടുക എന്ന് പറയുന്നത് ഏറ്റവും സന്തോഷകരമായ കാര്യമാണ്. ഏറ്റവും പ്രധാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉമ്മയ്ക്കും മോനും കൂടെ ഒരുമിച്ച് ഒരേ ക്ലാസ്സിലിരുന്ന് ഈ കലാലയത്തിലിരുന്ന് പഠിക്കാൻ കഴിഞ്ഞത് തന്നെ ഏറ്റവും വലിയ ഭാഗ്യമാണ്. അപ്പോൾ നമ്മുടെ ഉമ്മയും മോനും മനോഹരമായി ആ ക്ലാസ് നയിക്കുന്നത് നമുക്കിതാ ദൃശ്യങ്ങളിൽ കാണാം. അവർ രണ്ടുപേരും അവിടെ പഠിക്കുകയാണ്. തുല്യത കോഴ്സ്, പ്രത്യേകിച്ച് BA മലയാളം. ഫാത്തിമ കോളേജിൽ നിന്ന് ക്യാമറമാൻ അയ്യപ്പദേവനൊപ്പം രാജ്കുമാർ.